നിലാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. അരുൺ തോമസ് ശ്രുതിയെ കാണാൻ ആശുപത്രിയിൽ വരുന്നു. ശ്രുതിയെ തിരക്കി ജലജയുടെ ഫോൺ സവിതയ്ക്ക് വരുന്നു. വീട്ടിൽ വന്നു കയറിയ സവിതയെ ശകാരിക്കുന്ന ജലജ. ആശുപത്രിയിലേക്ക് വരുന്ന സിറിൽ. ഇനി തുടർന്ന് കാണുക. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, താൻ ഈ ഈശയുടെ ആരാ? എൻ്റെ കൊരട്ടി മുത്തി, ഇവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുമല്ലോ. ആരാണെങ്കിൽ നിനക്കെന്തടാ? എനിക്കെന്താന്നോ? എനിക്കേ കാര്യമുള്ളൂ. ഈ ഇഷ അരവിന്ദ് ആരാന്നറിയാവോ നിനക്ക്? ഈ ഇഷ അരവിന്ദിലെ അരവിന്ദ്, അവളുടെ ദന്ത, അവളെ ജനിപ്പിച്ച ആള്, അതാരാന്നറിയാവോ നിനക്ക്? നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം കെട്ടി നടക്കുന്ന കണ്ടാ തോന്നും അവൾ ജനിച്ചപ്പോഴേ എടുത്തുകൊണ്ട് നടന്നത് നീയാണെന്ന്. നീ എങ്ങനെ വേണമെങ്കിലും കരുതിക്കൂടാ. നേരത്തെ എടുത്തോണ്ട് നടന്നാണെന്നോ ഇനിയിപ്പോൾ എടുക്കാൻ പോവാണെന്നോ എന്ത് വേണമെങ്കിലും കരുതിക്കോ. നിനക്ക് നാണോ മാനോ ഇല്ലടാ? കളസോട്ടുണ്ട് ഇങ്ങനെ നടന്നാൽ പോരാ, അഭിമാനം വേണം. ഇന്നലെ കണ്ട ഏതോ ഒരുത്തിക്ക് വേണ്ടി കയറി ഇറങ്ങി നടക്കുക. അതിന് നിനക്കെന്താടാ ഇത്ര ചൊറിച്ചില്? അല്ല, നിനക്കെന്താ ഇപ്പൊ ഇവിടെ കാര്യം? എനിക്കെന്താ കാര്യം പറയാം. എടാ, ഞാൻ ആരാന്ന് നിനക്കറിയാവോ? ഞാനും അവളും തമ്മിലുള്ള ബന്ധം നിനക്കറിയാവോ? അറിയാവടാ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അറിയണം, നീ അറിയണം. ഇന്നലെ കയറി വന്ന നീ അവളുടെ രക്ഷകനല്ലേ? നിന്റെ കമ്പനിയിൽ അവൾക്ക് MD-യോ എന്തോ പോസ്റ്റും കൂടെ തിരുത്തിയിട്ടുണ്ടല്ലോ. അവൾ ആരാ, ഏതാ, എന്താന്നൊക്കെ നീ അന്വേഷിച്ചായിരുന്നോ? തന്തയുണ്ടോ, തള്ളയുണ്ടോ, കെട്ടിയതാണോ, എന്തെങ്കിലും നീ അന്വേഷിച്ചായിരുന്നോ? എടാ, അവൾ എവിടുന്ന വന്നെന്തെങ്കിലും നീ അന്വേഷിച്ചോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തിരക്കിട്ടൂല. ഇങ്ങോട്ട് നോക്കടോ. ഇഷ ആരാന്ന് എനിക്കറിയാടോ. അവളുടെ ജാതകം വരെ എനിക്കറിയാം. ഇന്നലെ കണ്ട തന്നോട് അവളെന്തെല്ലാം കള്ളക്കഥകളാ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? എടാ, എന്തിനാ അവൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടി ഒളിക്കുന്ന എന്താ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ, അവളോട് ചോദിക്ക്. എടാ, നീ അവളെ അറിയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അവളെ അറിയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേത് മാത്രമായൊരു ലൈഫ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. എനിക്കും അകത്ത് കിടക്കുന്ന അവൾക്കും പിന്നെ അവളുടെ പഴയ കാമുകൻ സുദീപിനും ഏഞ്ചലും ജമുനയും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നൊരു ലൈഫ് ഉണ്ടായിരുന്നു. അതിൽ അവളായിരുന്നു സൂപ്പർ താരം. അറിയോ നിനക്ക്? ആ ജീവിതത്തിൽ ഈ സിറിലിന്റെ സ്ഥാനം എവിടെയായിരുന്നു നീ അവളോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ നിന്നോട് ചോദിച്ചൊരു ചോദ്യമില്ലേ, എന്നെ കാണുമ്പോൾ എന്തിനാ അവൾ ഓടി വിളിക്കുന്നതെന്ന്? അതിനുത്തരം അവള് തന്നെ പറയോ? അപ്പോ എടോ, കള്ളി അവള്, പെരുങ്കള്ളി. നിന്റെ സ്റ്റാഫായിട്ട് നിന്റെ സ്ഥാപനത്തിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അവളുടെ ജീവിതത്തെ പറ്റി? ഉണ്ടോ? പറയില്ല, പറയാൻ നമുക്ക് പറ്റുകയില്ല. 7 മാസത്തെ പരിചയമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ, 7 വർഷത്തെ ഒന്നും ഇല്ലല്ലോ. അവളുടെ അമ്മ നിശാന്തിനി ശങ്കറിനെ കുറിച്ച് തനിക്കറിയാവോ? അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോടോ? ഞാൻ പറഞ്ഞപ്പോഴല്ലേ താനതൊക്കെ അറിയുന്നത്. അവളെ കാണാനല്ലാന്നും പറഞ്ഞ് അവളുടെ അമ്മ ബാംഗ്ലൂർ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തപ്പോഴല്ലേ താനിതൊക്കെ അറിയുന്നത്? അല്ല, ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇതെല്ലാം അറിയുന്നത്. അവള് കള്ളിയാ. അവളുടെ മുന്നിൽ നീ ബിഗ് സീറോയാ, വെറും പൊട്ടൻ. ചാക്കിന്റെ കുപ്പായോട്ടോണ്ട് നടക്കുക. എടാ, കാശുണ്ടായിട്ട് കാര്യമില്ല. അന്തസ്സുള്ളവൻ ഈ പണിക്ക് വരുമോ? സ്വന്തം അമ്മച്ചി വരെ പറഞ്ഞു പറ്റിച്ചിട്ട് ആർക്കൊണ്ടായ ഒരുത്തിയുടെ ഗർഭത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നടക്കുന്നു. ഉറക്കോളച്ച് വന്നിരിക്കുക. ഇയാളെ എന്ത് പേരിട്ടാടോ വിളിക്കുക? ശ്രുതിയുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾക്ക് കാണാം. 7 വർഷമായിട്ടേ ഞങ്ങൾ പരിചയമായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വമില്ല. 7 മാസമായിട്ട് പരിചയമുള്ള നിനക്ക് ഭയങ്കര ഉത്തരവാദിത്വമല്ലേ? ചെല്ല്. സാറാണോ ശ്രുതിയുടെ കൂടെ ഉള്ളത്? അതെ. മിസ്റ്റർ സുദീപ്? അല്ലട്ടാ,
ഞാൻ അരുൺ തോമസ്. ബോധം തെളിഞ്ഞപ്പോ ആദ്യം അന്വേഷിച്ചത് സുദീപിനെയാ. സുദീപ് ഇല്ലേ ഇവിടെ? ഇല്ല, നേരത്തെ പോയി വീട്ടിലേക്ക്. എങ്ങനെയുണ്ട് ഡോക്ടർ ശ്രുതിക്ക്? 1 മണിക്കൂർ കഴിയുമ്പോ പൂർണ്ണമായും നോർമലാകും. അല്ല, ഇനി ബ്ലഡ് വേണ്ടി വരുമോ? ഇനി വേണ്ട, രാവിലെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഉച്ചയോടെ നമുക്ക് റൂമിലോട്ട് മാറ്റാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. പുറത്ത് നിന്നോളൂ. ഓക്കെന്നാ. അല്ല, സൂസൻ ഡോക്ടർ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി. പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ശ്രുതിയുടെ കാര്യം. താങ്ക് യു ഡോക്ടർ. BP കൺട്രോൾഡ് ആണോ ഡോക്ടർ? കണ്ടോ, സമാധാനമായോ? ഉടനെ പ്രസവം നടക്കുമോ? ആ, നിങ്ങളുടെ ഗർഭം, നിങ്ങളുടെ കുഞ്ഞ്. ഇത് നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണെന്ന് അവളെ എല്ലാവരുടെയും മുന്നിലൊന്ന് മൊഴിഞ്ഞാൽ മതി. ബോധം വീഴുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കും. അതെൻ്റെ മുന്നിലൊന്ന് ഉറപ്പിച്ച് പറയാം. അവളുടെ ദിവ്യഗർഭം ചട്ടുവാക്കുളം തോമസിൻ്റെയും ലില്ലിക്കുട്ടിയുടെയും മകൻ അരുൺ തോമസിൻ്റെ ആണെന്ന് അവളൊന്ന് ഉറപ്പിച്ച് പറയട്ടെ. അരുണേ, ഇത്രയും നിസ്സംഗത പാടില്ല ഒരു കാര്യത്തോളൂ. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടു, മനസ്സിലാക്കി. പക്ഷെ നീ അത് പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ എനിക്കിനി പറയാനുള്ളതേ, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അവളുടെ പുറകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന എന്തിനാന്ന് നിനക്കറിയാവോ? ഇപ്പൊ ഇവിടെ നിന്റെ നിഴലിൽ അവൾ സുരക്ഷിതയാ. അവളുടെ ആവശ്യം കഴിയുമ്പോൾ അവളങ്ങ് പോവും, നിന്നെ വിട്ടിട്ട്. അപ്പം നിനക്ക് തോന്നും ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, എൻ്റെ ഫീലിംഗ് ശരിയായിരുന്നു. നിന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു മഹാ ഫ്രോഡായിരിക്കും. ഇല്ലാത്ത പേരും പറഞ്ഞ് നിന്റെ വീട്ടിൽ കയറി വന്ന് നിന്റെ അമ്മച്ചിയെ കളിപ്പിച്ച് അവരെ ചാക്കിലുമാക്കി. അപ്പം ഞാനൊരു ഫ്രോഡാ. പക്ഷേ നിന്നെക്കാളും വിശ്വാസം നിന്റെ അമ്മച്ചിക്ക് ഇപ്പം എന്നെയാ. ഐസിയു കിടക്കുന്നില്ലേ അവൾ എന്നെക്കാളും വലിയ ഫ്രോഡാ. ഞങ്ങൾക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു, നിനക്കറിയാമോ? ബാംഗ്ലൂർ എനിക്ക് വിഷയ്ക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായിരുന്നേ. അവൾ എന്നെ ചതിച്ച് എന്നെ നശിപ്പിച്ചിട്ട് അവളിപ്പം നിന്റെ അടുത്ത് നാടകം കളിക്കുക. ഞാനീ ചെയ്യുന്നതിനും പറയുന്നതിനൊക്കെ ഒരു എൻ്റേതായൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നേ. എന്നെ അറിയാവുന്നവർക്കതറിയാം. അവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നില്ലായിരുന്നേ. അതിൻ്റെ പിതൃത്വം ഇപ്പം നീ ഏറ്റെടുത്തു. അതാർക്ക് വേണ്ടിയാ? അതിൻ്റെ തന്ത നീയല്ലാന്ന് എനിക്കറിയാം, അവൾക്കറിയാം, സുദീപിനറിയാം, എല്ലാവർക്കും അറിയാം. നീ ആ ഗർഭം ഏറ്റു പറഞ്ഞപ്പോൾ അവൾ നിന്നെ തിരുത്തി. പക്ഷെ ആരാന്ന് അവൾ പറഞ്ഞില്ല. അവളുടെ കുഞ്ഞിൻ്റെ തന്ത ആരാന്ന് അവൾ പറഞ്ഞോ? ഇപ്പം ഈ ലിസ്റ്റിൽ നീ കൂടെയായി, സുദീപായി, ബാലുവായി. അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ഈ ലിസ്റ്റിൽ ഞാനും കൂടെ ആയിക്കൂടെ? അല്ല, ഞാനും കൂടെ ആയിക്കൂടെ അറിയണേ? അവൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആരുമില്ലടോ, എണ്ണമില്ലടോ. നമ്മൾ 3 പേരേക്കാൾ ഫ്രോഡാവും, മഹപ്പെഴയാവും. ഏറ്റെടുത്തിരിക്കുക, അവൻ ഏറ്റെടുത്തങ്ങ് ആഘോഷിക്കുക അവളുടെ ഗർഭം. നീ മനസ്സിലാക്കുമായിരുന്നു, നീ മനസ്സിലാക്കൂ. ഒരു ദിവസം ഞാനീ പട്ടിയെപ്പോലെ നിന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നതും നിന്നോട് നീ മനസ്സിലാക്കും. ഗർഭം ഏറ്റെടുത്തിട്ട് കാവലിരിക്കുന്നവൻ, ഒരു പിഴ ഏറ്റെടുത്തിട്ട് കാവലിരിക്കുന്നവൻ. മനസ്സിലാക്കുന്നു? എടാ, നിനക്കറിയത്തില്ല ഞാനും അവളും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു.
നീ അത് അറിഞ്ഞിട്ട് വേണം ഇവിടെ വന്നിരിക്കാൻ. അവളുടെ കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് അറിഞ്ഞിട്ട് നീ ഇവിടെ വന്നിരിക്കടാ. കഴിഞ്ഞ എന്നാ പിന്നെ നീ വിട്ടടാ, പോയി റെസ്റ്റ് എടുക്ക്. ടൈം ഇത്ര ആയില്ലടാ, ഉറങ്ങേണ്ട സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. അരുൺ തോമസേ, നീ മനസ്സിലാക്കും. നീ മനസ്സിലാക്കും. ഞാൻ വേദനിക്കുന്നത് പോലെ നീ ഒരിക്കൽ വേദനിക്കും. നീ അറിയും, അന്ന് നീ എൻ്റെ കാല് പിടിക്കും. നീ എണ്ണിക്കോ, നീ എണ്ണിക്കോ. മോളെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. വാ. സബിയച്ച എന്തായി പറയുന്നേ? സുദീപേട്ടൻ വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. സുദീപ് ഇപ്പൊ ഇങ്ങ് വരും, നീ വാ. വരട്ടെ, സബിയച്ചയൊക്കെ കഴിച്ചോ. ഇനി സുദീപേട്ടൻ കഴിച്ചിട്ടാണോ വരുന്നത്? എങ്കിൽ ഞാൻ കഴിക്കാം. ആണോ? കഴിച്ചിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടണ്ട. പെമ്മക്കളുണ്ടായാലും ഇങ്ങനെയാ. ഒരു പ്രായം കഴിഞ്ഞാലേ അവരന്യന്റെ വീട്ടിൽ തന്നെയാ ജീവിക്കേണ്ടത്. കഴിക്കേ. ഹലോ. ആ മോളെ, അവളാ. അവൻ വന്നോ മോളെ? ഇല്ലമ്മേ, ഇതുവരെ വന്നിട്ടില്ല. ഇത് എന്തൊരു കൂത്ത എന്റെ ഭഗവതി. നീ വിളിച്ചില്ലേ അവനെ? വിളിച്ചു, വരാന്ന് പറഞ്ഞതുവാ. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. നീ വിഷമിക്കണ്ട, അവൻ വരും. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ വെച്ചോ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ശരി. നിങ്ങളുടെ മരുമകൻ ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ടില്ല. അവിടെ വേലക്കാരിക്ക് കൂട്ടിരിക്കുകയാന്ന്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ എന്തിനു വിളിക്കണം? നിങ്ങൾ അമ്മയും മക്കളും ആർഭാടമായിട്ട് നടത്തിയ കല്യാണമല്ലേ? പിന്നെ നിന്റെ ആരോ ഉണ്ടല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. മകൻ നിയമിച്ചൊരു ഉദ്യോഗസ്ഥൻ, അവനെ വിളിക്ക. എനിക്കിപ്പോ നേരമില്ല. സ്വന്തം കുഞ്ഞാണെന്നെങ്കിലും ഓർക്ക്. ഓ, ഞാൻ ഓർത്തോളാം. ഈശ്വര, ഈ മനുഷ്യന്റെ ഒരു കാര്യം. മോനെ, ബ്ലഡിന്റെ ആവശ്യം വന്നോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒന്ന് നിന്നേ പൊന്നുമോനൊന്ന് നിന്നേ. ഇവിടെ നീ ഇല്ലാത്തതിന്റെ കലാപങ്ങൾ നടക്കുകയായിരുന്നു. നിന്റെ അമ്മായിയമ്മയും പിന്നെ അവരുടെ ആങ്ങളെയും ബന്ധുക്കളും എല്ലാം നീ ഇത്രയും കാലം ചെയ്ത പ്രവൃത്തിയേക്കാൾ ഇതെന്തായാലും നന്നായി. അന്വേഷിച്ചു കൊണ്ട് നടക്കാൻ ഭർത്താവും വന്നില്ല,
ബന്ധുക്കാരും വന്നില്ല. അപ്പം നീ അങ്ങ് ബന്ധുക്കാരനായി. അത് നന്നായി. ആരോരുമില്ലാത്തവൾക്ക് വേണ്ടി നീ ഇങ്ങനെ ഓടിയല്ലോ. നന്നായി, നന്നായി മോനെ. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. ആ കൊച്ചിന്റെ ഒരു ഗതികേട് അന്വേഷിച്ചു പോകാൻ ആരുമില്ലല്ലോ. ഭർത്താവില്ല, അച്ഛനില്ല, ഉറ്റവരും ഉടയവരുമില്ല. ഓടാൻ നീ മാത്രം. നല്ലതാ മോനെ. പക്ഷേ അകത്തൊരു പെങ്കൊച്ച് കണ്ണീരും കിനാവുമായിരിക്കുന്നത് മറക്കണ്ട. നീ താലി കെട്ടിയ നിന്റെ ഭാര്യ. അവളുടെ പ്രാക്കൊക്കെ ആ കുഞ്ഞിന്റെ നെറുകയിലായിരിക്കും ചെന്ന് വീഴുക. എന്റെ മോൻ ഇങ്ങനൊരു ഗതികെട്ടവനായി പോയല്ലോടാ. അതെ, നീ ഇനിയും ശ്രുതിയെ അന്വേഷിച്ച് പോകണ്ട. ഞാൻ പൊക്കോളാം. നീ പോകണ്ട. കുടിച്ചോ. എല്ലാരെയും വെള്ളം കുടിപ്പിക്കുകയല്ലേ നീ? നിറച്ചു കുടിച്ചോ. എടാ, എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ താലി കെട്ടിയാലും ഇല്ലെങ്കിലും സ്വന്തമെന്ന് തോന്നുന്നവനാ ദൈവം. നീ ഒരു പെണ്ണിനെ താലി കെട്ടി ജീവിതത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലെ കണ്ണുനീരിലേക്ക് ആഴ്ത്തണ്ട. ഒന്നാമത് ഈ കുടുംബം പെണ്ണിന്റെ കണ്ണുനീരിലും ശാപത്തിലും താടുകൊണ്ടിരിക്കുക. 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 അമ്മ ഉറങ്ങുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാ? വന്നു പോയവരൊക്കെ അത്രയ്ക്ക് മുഷിഞ്ഞിട്ടല്ലേ പോയത്? അവരുടെയൊക്കെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുകയല്ലായിരുന്നോ? അല്ലാതെ എന്തു പറയാനാ? എല്ലാ ശകുനപ്പിഴകളാണല്ലോ ഭഗവാനെ. ജയസുദേ, സോറി. എനിക്കവിടുന്ന് പെട്ടെന്ന് ഒഴിവാകാൻ പറ്റിയില്ല. ഐ എം സോറി. പിന്നെന്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നോ? എന്നെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സുധിപേട്ട ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാനതിന് സോറി പറഞ്ഞില്ലേ? ഒരു സോറി കൊണ്ട് തീരുവോ? എന്റെ അമ്മാവനും ബന്ധുക്കളൊക്കെ വന്നേ എത്ര നേരം കാത്തിരുന്നേന്നറിയാമോ? എല്ലാരും വിഷമിച്ച് ഇറങ്ങിപ്പോയത് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നും പറഞ്ഞു. ജയസുദേ, ഹോസ്പിറ്റലിലെ സാഹചര്യം അതായിരുന്നു. ശ്രുതിക്ക് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ബ്ലഡും സ്കാനിങ്ങും ഒക്കെ വേണ്ടി വന്നു. അതൊക്കെ സബിതയെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു. അതിനൊക്കെ വേറെ ആരെങ്കിലും നിർത്തിയാ പോരായിരുന്നോ? ആരെ നിർത്താൻ? ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നല്ലേ. എനിക്കറിയാം. എല്ലാവർക്കും അവളോടാ സ്നേഹം, എല്ലാവർക്കും അവളോടാ സിമ്പതി. സുധിപേട്ടൻ പോലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏയ്, അങ്ങനെയൊന്നും ഇല്ല ജയസുദ. ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ആ നശിച്ചവള് വന്ന് നമ്മളെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റിയപ്പോഴേ എനിക്ക് തോന്നിയത് ഇത് ശകുനപ്പഴിയാവുമെന്ന്. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ.
അങ്ങനെയൊന്നും പറയില്ല ജയസുധ. അവളൊരു ഗർഭിണിയല്ലേ. നമുക്കുള്ള ചില ഉത്തരവാദിത്തങ്ങൾ. അത് മാത്രമാണോ? ആ കുഞ്ഞിന് വേണ്ടിയല്ലേ രവിചേട്ടനും സവിതേടത്തും കാത്തിരിക്കുന്നേ? എങ്കിൽ പിന്നെ സബിയച്ചിക്ക് അവിടെ നിന്നൂടായിരുന്നോ? അത്രയ്ക്ക് കുഞ്ഞിന് വേണ്ടി തേങ്ങുന്നവരാണെങ്കിലേ രവിയേട്ടൻ എന്തിനാ മീറ്റിങ്ങിന് പോയത്? അവളുടെ കാര്യങ്ങൾ നോക്കി ഹോസ്പിറ്റലിൽ നിൽക്കണായിരുന്നു. എന്റെ ജയസുധ പ്ലീസ്, ഒരു ആർഗ്യുമെന്റ് വേണ്ട. കഴിഞ്ഞത് പോട്ടെ, നീ ഒന്ന് സമാധാനപ്പെട്. ഇതെനിക്ക് ഒരു കണക്കിന് താങ്ങാൻ പറ്റുന്നില്ല സുധീപേട്ട. ഞാനിന്ന് അനുഭവിച്ച വേദന ഉണ്ടല്ലോ, അത് സുധീപേട്ടൻ അറിയില്ല. എനിക്ക് ചത്തുകളയാൻ തോന്നി. എവിടെയോ കിടക്കുന്ന ഒരുത്തിക്ക് വേണ്ടി, അവളുടെ കുഞ്ഞിന് വേണ്ടി ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ജയസുധ ലീവ് ഇറ്റ്. എല്ലാം ഞാൻ സമ്മതിച്ചെന്നല്ലോ, പിന്നെന്താ? ആദ്യ രാത്രിയെ കുറിച്ച് ഓരോ പെണ്ണിന് ഓരോ സ്വപ്നങ്ങളുണ്ട്. താലി കെട്ടിയ ഒരു അന്യ പുരുഷന്റെ കൂടെ ഒറ്റയ്ക്കൊരു മുറിയില് അങ്കലാപ്പൊടിയിരിക്കുന്ന ഒരു പെണ്ണ് അവളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഇങ്ങനെ കാത്തിരിക്കും. നോക്ക്, പാലും പഴവും പൂക്കളും ഒക്കെ ഇങ്ങനെ നശിച്ച് കരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നോക്കി ഞാൻ എന്തൊരു കരഞ്ഞെന്നറിയാമോ സുധീപേട്ടന്? എന്റെ മോഹങ്ങൾ പറയാൻ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും പങ്കുവെക്കാൻ. ഞാൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്റെ സുധീപേട്ടനെ കുറച്ചും കൂടെ ഒന്ന് അടുത്തറിയാൻ, ഇനിയുള്ള ജീവിതം പറഞ്ഞൊന്ന് ആസ്വദിക്കാൻ. എല്ലാത്തിനും ഒടുവിൽ ഒരു കുഞ്ഞു പക്ഷിയെ പോലെ ആ നെഞ്ചിൽ ഇതൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്നു. ഇപ്പൊ വരും എന്ന് പറഞ്ഞു. എന്റെ മൊബൈലൊന്നും എടുത്ത് നോക്ക് സുധീപേട്ടൻ, 1000 മിസ് കോളെങ്കിലും കാണും. ഞാനും ഒരു പെണ്ണല്ലേ, ഇത്ര ഇവിടെ കിടന്ന് ഒരുക്കിയപ്പോ ഒന്ന് ഫോണെങ്കിലും ചെയ്യാറുന്നില്ല സുധീപേട്ടനെ വേഗം വരാമെന്ന് പറഞ്ഞ്.